ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആമോസിന്റെ പുസ്തകം 9-ാം അധ്യായം. ബലിപീഠത്തിനരികെ കർത്താവ് നിൽക്കുന്നത് ഞാൻ കണ്ടു. അവിടുന്ന് അരുളിച്ചെയ്തു, പൂമുഖം കുലുങ്ങുമാറ് പോതികയെ ഊക്കോടെ അടിക്കുക. എല്ലാവരുടെയും തലയിൽ അത് തകർന്നു വീഴട്ടെ. അവശേഷിക്കുന്നവരെ ഞാൻ വാളിനിരയാക്കും. ഒരുവനും ഓടിയൊളിക്കുകയില്ല, ഒരുവനും രക്ഷപ്പെടുകയില്ല. അവർ പാതാളത്തിലേക്ക് തുരന്നിറങ്ങിയാലും ഞാൻ അവരെ പിടിക്കും. ആകാശത്തിലേക്ക് അവർ കയറിപ്പോയാലും അവിടെ നിന്ന് ഞാൻ അവരെ വലിച്ചു താഴെ ഇറക്കും. കാർമൽ ശൃംഗത്തിൽ ഒളിച്ചാലും അവിടെ നിന്ന് ഞാൻ അവരെ തിരഞ്ഞു പിടിക്കും. എൻ്റെ കണ്ണിൽ പെടാത്ത വിധം ആഴിയുടെ അഗാധത്തിൽ അവർ ഒളിച്ചിരുന്നാലും സർപ്പത്തിന് ഞാൻ കൽപ്പന കൊടുക്കും, അത് അവരെ ദംശിക്കും. ശത്രുക്കൾ അവരെ പ്രവാസികളായി പിടിച്ചുകൊണ്ടു പോയാലും ഖഡ്ഗങ്ങളോട് ഞാൻ ആജ്ഞാപിക്കും, അതവരെ വധിക്കും. അവരുടെ മേൽ ഞാൻ ദൃഷ്ടി പതിക്കും, നന്മയ്ക്കല്ല തിന്മയ്ക്ക്. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് ഈ ഭൂമിയെ സ്പർശിക്കുമ്പോൾ അത് ഉരുകിപ്പോകുന്നു. അതിലെ നിവാസികൾ ആർത്തരായി കേഴുന്നു. അത് മുഴുവൻ നൈൽ പോലെ, അതെ, ഈജിപ്തിലെ നൈൽ പോലെ പതഞ്ഞു പൊങ്ങുകയും താഴുകയും ചെയ്യും. ആകാശങ്ങളിൽ തൻ്റെ ഉന്നത മന്ദിരം തീർക്കുകയും ഭൂമിയുടെ മേൽ കമാനം നിർമ്മിക്കുകയും കടൽ ജലത്തെ വിളിച്ച് ഭൂതലത്തിൽ വർഷിക്കുകയും ചെയ്യുന്ന അവിടുത്തെ നാമം കർത്താവ് എന്നാണ്. കർത്താവ് അരുളിച്ചെയ്യുന്നു, ഇസ്രായേൽ ജനമേ, നിങ്ങൾ എനിക്ക് എത്യോപ്യക്കാരെ പോലെ അല്ലയോ? ഇസ്രായേൽക്കാരെ ഈജിപ്തിൽ നിന്നും ഫിലിസ്ത്യരെ കഫ്തോറിൽ നിന്നും സിറിയക്കാരെ കീറിൽ നിന്നും കൊണ്ടുവന്നത് ഞാനല്ലയോ? ഇതാ, പാപപങ്കിലമായ രാജ്യത്തിൻ്റെ മേൽ ദൈവമായ കർത്താവിൻ്റെ ദൃഷ്ടി പതിഞ്ഞിരിക്കുന്നു. ഭൂമുഖത്ത് നിന്ന് ഞാൻ അതിനെ നശിപ്പിക്കും, എന്നാൽ യാക്കോബിൻ്റെ ഭവനത്തെ പൂർണ്ണമായും നശിപ്പിക്കുകയില്ല. കർത്താവാണ് ഇത് അരുളിച്ചെയ്യുന്നത്. ജനതകൾക്കിടയിൽ ഇസ്രായേൽ ഭവനത്തെ ഞാൻ അടിച്ചു ചിതറിക്കും. അരിപ്പ കൊണ്ടെന്ന പോലെ അവരെ ഞാൻ അരിക്കും. ഒരു മണൽത്തരി പോലും താഴെ വീഴുകയില്ല. എൻ്റെ ജനത്തിനിടയിലുള്ള പാപികൾ മുഴുവൻ വാളാൽ നിഹനിക്കപ്പെടും. തിന്മ തങ്ങളെ കീഴടക്കുകയോ എതിർക്കുക പോലുമോ ചെയ്യുകയില്ലെന്ന് അവർ പറഞ്ഞു. ഇസ്രായേലിൻ്റെ പ്രതീക്ഷ. അന്ന് ദാവീദിൻ്റെ വീണുപോയ കൂടാരത്തെ ഞാൻ ഉയർത്തും. കേടുപാടുകൾ തീർത്ത് വീണ്ടും അതിനെ പഴയ കാലത്തെന്ന പോലെ പണിതുയർത്തും. അപ്പോൾ ഏദോമിൽ അവശേഷിക്കുന്നവരെയും എൻ്റെ നാമത്തിൽ അറിയപ്പെട്ടിരുന്ന ജനതകളെയും അവർ കൈവശമാക്കും. ഇത് ചെയ്യുന്ന കർത്താവാണ് അരുളിച്ചെയ്യുന്നത്. കർത്താവ് അരുളിച്ചെയ്യുന്നു, ആ ദിനങ്ങൾ ആസന്നമായി. അന്ന് ഉഴവുകാരൻ കൊയ്ത്തുകാരനെയും മുന്തിരി മെതിക്കുന്നവൻ വിതക്കാരനെയും പിന്നിലാക്കും. പർവ്വതങ്ങൾ പുതുവീഞ്ഞു പൊഴിക്കും, മലകളിൽ അത് കവിഞ്ഞൊഴുകും. ഞാൻ എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കും. തകർന്ന നഗരങ്ങൾ പുനരുദ്ധരിച്ച് അവൻ അതിൽ വസിക്കും. മുന്തിരിത്തോപ്പുകൾ നട്ടുപിടിപ്പിച്ച് അവർ വീഞ്ഞു കുടിക്കും. അവർ തോട്ടങ്ങളുണ്ടാക്കി ഫലം ആസ്വദിക്കും. അവർക്ക് നൽകിയ ദേശത്ത് ഞാൻ അവരെ നട്ടുവളർത്തും. ആരും അവരെ പിഴുതെറിയുകയില്ല. ദൈവമായ കർത്താവാണ് അരുളിച്ചെയ്യുന്നത്.